അരിക്കൊമ്പൻ റോഡിനെ കുറിച്ചാണ്. അരിക്കൊമ്പൻ റോഡ് പൂർത്തീകരിച്ചത് നാടിൻ്റെ വലിയൊരു ആഘോഷമാണ്. യഥാർത്ഥത്തിൽ അരിക്കൊമ്പൻ ആ റോഡിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി മാറി. കേന്ദ്ര പദ്ധതി എന്തോ ഒരു ഔദാര്യം പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. അത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് എന്തോ കേന്ദ്ര പദ്ധതി നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ള പരിഹാസ രൂപേണ അദ്ദേഹം സംസാരിച്ചു. ആരാണ് അതിൻ്റെ DPR തയ്യാറാക്കിയത്? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി പറയണം. കേരളമാണ് അതിൻ്റെ DPR തയ്യാറാക്കിയത്. ആ റോഡ് വികസനത്തിന് വനഭൂമി വേണ്ടിയിരുന്നു. ആ റോഡ് വികസനത്തിന് വേണ്ടി വനഭൂമി ഏറ്റെടുക്കുന്ന നിലപാട് സ്വീകരിച്ച ആരാണ്? ഉഗാണ്ടയിലെ സർക്കാരാണോ? കേരളത്തിലെ സർക്കാരാണ്. 1.5 ഹെക്ടർ വനഭൂമി ഏറ്റെടുത്ത് നൽകിയ സംസ്ഥാന സർക്കാർ കേരളത്തിലെ സർക്കാരാണ്. അല്ലാതെ ഉത്തർപ്രദേശിൽ നിന്നോ മധ്യപ്രദേശിൽ നിന്നോ ആന്ധ്രാപ്രദേശിൽ നിന്നോ കർണാടകയിൽ നിന്നോ വന്നിട്ടല്ല അതിൻ്റെ പ്രവർത്തനം നടത്തിയത്. വനഭൂമിക്ക് പകരം സംസ്ഥാനം വനവൽക്കരണത്തിന് കൈമാറുകയും ചെയ്തു. ഇനി ആ റോഡിൻ്റെ നിർമ്മാണം അതാരാ നിർവഹിച്ചത്? കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഭാഗമായി ചില BJPയുമായി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളിൽ ഇടപെടുന്നവർ നടത്തുന്ന പരാമർശം അതേപോലെ എടുത്ത് വീശാൻ പാടില്ല. കേന്ദ്രമന്ത്രിയാണ്. ആരാണ് ഇതിൻ്റെ പ്രവൃത്തി നടത്തിയത്? കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് വിവിധ വിങ്ങുകളുണ്ട്. PWD റോഡ്സ്, PWD മെയിൻ്റനൻസ്, PWD ബ്രിഡ്ജസ്, PWD ബിൽഡിങ്സ്, PWD ഇതുമായി ബന്ധപ്പെട്ട പല വിങ്. അതിലൊരു വിങ്ങാണ് PWD NH, PWD നാഷണൽ ഹൈവേ, PWD നാഷണൽ ഹൈവേ വിഭാഗം. കേരളത്തിലെ ദേശീയപാതയുടെ പ്രവർത്തികൾ 2 രീതിയിൽ നടക്കുന്നുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്നുണ്ട്. 2, PWDക്ക് കീഴിലുള്ള നാഷണൽ ഹൈവേ നടത്തുന്നുണ്ട്. ആരാണ് ഈ റോഡിൻ്റെ പ്രവൃത്തി നടത്തുന്നത്? ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അതൊന്ന് പഠിക്കണം. അരിക്കൊമ്പൻ റോഡെന്ന് വിശേഷിപ്പിച്ച ഈ റോഡ് മനോഹരമായി പൂർത്തീകരിക്കുന്ന പ്രവൃത്തി നടത്തിയത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ വിഭാഗമാണ്. ഇനി അതിൻ്റെ ഓരോ ഘട്ടത്തിലും തടസ്സം നീക്കാൻ വിവിധ യോഗങ്ങൾ നടന്നു. ആരാ യോഗത്തിൽ പങ്കെടുത്തത്? ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ? അതല്ലെങ്കിൽ എല്ലാ നിലയിലും കേരളത്തോട് സഹകരിക്കുന്ന ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരിയല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാൻ നിരവധി തവണ യോഗത്തിൽ പങ്കെടുത്തു, പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇടപെട്ടു. അപ്പോൾ ഇതൊരു വസ്തുതയാണ്, ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ സൈബർ ഇടങ്ങളിൽ നിന്നും ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് പ്രസ്താവനയായി ഇറക്കരുത്.